വ്യാഴാഴ്ച സന്ധ്യ സമയങ്ങളിൽ ഏകാദശി ഈ ദിവസങ്ങളിലും തുളസിയുടെ ഇല നുള്ളാൻ പാടില്ല, വളരെയധികം ബുദ്ധിമുട്ടാണ്. അതേപോലെ ഞായറാഴ്ച ദിവസങ്ങളിൽ ശർക്കരയും കൂടി ചേർത്ത് വെള്ളം തുളസിക്ക് സമർപ്പിക്കുകയാണെങ്കിൽ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാവില്ല, ധനവർദ്ധന. ശർക്കര എന്ന് പറഞ്ഞാൽ ധനത്തിൻ്റെ ഒരാളാണ്. ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം, ദേവി ഭദ്രകാളിക്കും അതുപോലെ ദേവിക്ക് ശത്രുക്കളും ശർക്കര നിവേദിക്കും വളരെയധികം പ്രാധാന്യമുള്ളതാണ് ശർക്കര. ആ ശർക്കര ശകലമിട്ട് നമ്മൾ വെള്ളമൊഴിച്ചാൽ നമുക്ക് സമ്പൽ സമൃദ്ധി ധാരാളമായി ഉണ്ടാവും. നമ്മൾ എന്നുവെച്ചാൽ ബില്യണർ ആവണമെന്നല്ല പറയുന്നത്, നമുക്ക് സമ്പത്ത് വരുന്ന സമ്പത്ത് ദുരുപയോഗമായി പോവുകയോ ഹോസ്പിറ്റലായിട്ട് ചിലവാകുക ഒന്നും ചെയ്യില്ല. അനാവത്ത് ചിലവുകൾ ഒഴിവാക്കി കിട്ടുന്നതാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ പാലും കൂടി ചേർത്താണ് തുളസിക്ക് ഒഴിക്കേണ്ടത്. അത് മഹാവിഷ്ണുവിനും തുളസി ദേവിയും സങ്കല്പിച്ചാണ് നമ്മൾ പാല് അഭിഷേകമായിട്ട് ഒഴിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ തുളസി ദേവിയെ പ്രാർത്ഥിച്ചാൽ തുളസി ദേവി നമുക്ക് ധാരാളം സൗഖ്യങ്ങൾ തരും. തുളസി എന്ന് പറഞ്ഞാൽ ഇല, തുളസി ഇല വാടിയാലും ഉപയോഗിക്കാം, ഉണങ്ങിയാലും ഉപയോഗിക്കാം. തുളസിക്ക് അത്രത്തോളം മഹത്വമുള്ളതാണ് തുളസിയും കോമളവും. ഒരു വീടിൻ്റെ മുമ്പത്ത് എപ്പോഴും തുളസി ഉണ്ടായിരിക്കണം, അത് നിർബന്ധമാണ്. ഇപ്പോൾ വീടല്ല ഫ്ലാറ്റുള്ളവർക്കും ഒരു ചെടിച്ചട്ടിയിൽ തുളസി വയ്ക്കാം, ദിവസവും കാലത്ത് വെള്ളമൊഴിക്കാം, തുളസിയെ വിളിച്ച് സംസാരിക്കാം. നമ്മൾ തുളസിയോട് പറയുക എൻ്റെ ദേവി തുളസി ദേവി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ തുളസി തഴച്ചു വളരുന്നതാണ്. ആ തുളസി അതുപോലെ തന്നെ എല്ലാ ചെടികളും